ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നാം കണ്ടു പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് മാത്രമല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി കൂടിയാണ്. ഈ പരിശുദ്ധാത്മാവ് വ്യക്തിയായ പരിശുദ്ധാത്മാവാം ദൈവമാണ് നമ്മോട് കൂടെ വസിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് എത്രയോ സന്തോഷം നൽകുന്നതാണ്. ഇനി ഈ പരിശുദ്ധാത്മാവ് ആയ പരിശുദ്ധാത്മാവ് ദൈവവും വ്യക്തിയുമാണ്. ആ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മുടെ കൂടെ വസിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ നാം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമോ എന്നുള്ളൊരു ചോദ്യം. ചിലരൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും കാത്തിരിക്കുന്ന ഒരവസ്ഥ. അവർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് കേൾക്കുവാനും കാണുവാനുമായിട്ടൊക്കെ സാധിക്കും. നാം ഇനി ആക്ച്വലി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു കാര്യം ഒന്ന് ഓർക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഇന്ന ദിവസം ഒരു കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ്, അവർ വിദേശത്താണ്, അവർ നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മുടെ കൂടെ കുറച്ച് നാൾ താമസിക്കും എന്ന് അവർ പറഞ്ഞിരുന്നിരുന്നു. അങ്ങനെ ആ ദിവസം നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി. കാരണം അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള ഇതെല്ലാം ഒരുക്കിയതിന് ശേഷം അവർ വന്നു, അവർ വീട്ടിൽ താമസിച്ചു തുടങ്ങി. പിന്നെ നാം മറ്റുള്ളവരെ വിളിച്ചിട്ട് പറയുമോ, ഞങ്ങൾ ഇപ്പം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നവർ വരും എന്ന് പറയുമോ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്നേ തോന്നത്തുള്ളൂ. കാരണം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി വന്നു, അവർ നമ്മുടെ കൂടെ താമസിക്കുകയാണ്. അവർക്ക് ഇനി അവരെ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, പരിശുദ്ധാത്മാവാം ദൈവം ഈ ലോകത്തിലേക്ക് വരും എന്ന് പ്രവാചക പുസ്തകങ്ങളിലും കർത്താവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാം ദൈവം വന്നും പോയിക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 10 അധ്യായത്തിൻ്റെ 6 വാക്യം. ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്ന ചെയ്യുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇവിടെ ശൗമേൽ പറയുന്ന വാക്യങ്ങളാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ശക്തിയോടെ തന്നെ വരും. അപ്പോൾ ദൈവം നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവും ദൈവം നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ നീ ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവിടെ പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ വായിക്കാം. അവിടെ ഗിരിയെങ്കിൽ എത്തിയപ്പോൾ ഒരു പ്രവാചകനും അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും ഇവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നു കണ്ടപ്പോൾ കീശിൻ്റെ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. പിന്നെ അവിടത്തുകാരിൽ ഒരുത്തൻ ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചകണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു. ഇവിടെ നമുക്ക് കാണും പരിശുദ്ധാത്മാവ് ദൈവം അവൻ്റെ മേൽ വന്നു, അവൻ പ്രവചിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, അവർ ചില ക്രിയകൾ ചെയ്യുന്നതായിട്ട് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവ് 16 അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപം വന്നു. നമുക്കറിയാം പരിശുദ്ധാത്മാവ് ദൈവമാണ്, അവൻ പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ ഗുണങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലുണ്ട്, ദൈവമാണ്. അപ്പോൾ പാപം ശൗലിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് ശൗലിൻ്റെ ജീവിതത്തിൽ വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ നമുക്ക് 16 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ മാറി. അപ്പോൾ ശൗലിൻ്റെ ജീവിതത്തിൽ പാപമുണ്ടായി. കാരണം ദൈവം കൽപ്പിച്ചു, അവരെ സംഹരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. അത് ശൗല് ചെയ്തില്ല. ശൗൽ അതിൽ കുറച്ചുള്ളതെല്ലാം അവിടെ എടുത്തു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കുമ്പോൾ അറിയാം. ശൗമേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങളും ഹന്യാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതനുസരിക്കുന്ന യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അവിടെ മത്സരം, ആഭിചാരം, ദോഷം പോലെയും ശാഠ്യം, മൃത്യപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവൻ പാപം ചെയ്തു,
അവൻ ചെറുതായിട്ടുള്ള ശബ്ദാർത്ഥിക വസ്തുക്കളിൽ ചിലതെല്ലാം എടുത്ത്, വിശേഷമായ ആടുമാടുകളുടെ കൊള്ളയിൽ നിന്ന് ചിലതെല്ലാം എടുത്ത് അവൻ യാഗം കഴിക്കുവാനാണെന്ന് പറഞ്ഞാണ് എടുത്തു വെച്ചത്. എന്നാൽ അത് മുഖാന്തരമായിട്ട് ശബ്ദാർപ്പിതം നശിപ്പിക്കാൻ പറഞ്ഞതായിട്ടുള്ള ശൗല് അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമായിട്ട് യഹോവ അവനെ തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്ന എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. അവിടെ പാപം ജീവിതത്തിലുണ്ടായപ്പോൾ, അനുസരണക്കേടുണ്ടായപ്പോൾ മാത്രമല്ല, അവൻ യാഗം കഴിക്കുവാനായിട്ട് മുതിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവനെ തള്ളിക്കളഞ്ഞ് യഹോവയുടെ വചനത്തെ ശൗലിനോട് ഞാൻ പോരുകയില്ല, അന്ന് യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിൻ്റെ രാജ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവിടെ അവൻ പാപം ചെയ്ത് മുഖാന്തരമായിട്ട് അവന് രാജ്യത്ത് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവാം ദൈവം അവനെ വിട്ടുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നിരുന്നു. ദൈവം ആ വ്യക്തിയിൽ കൂടെ പല കാര്യങ്ങൾ പ്രവർത്തിച്ചു. അവരോട് കൂടെ പരിശുദ്ധാത്മാവും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പാപം മുഖാന്തരമായിട്ട് പരിശുദ്ധാത്മാവും ദൈവം വിട്ടുപോയി എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മുഖാന്തരമായിട്ട്, അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അവൻ ഈ ലോകത്തിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് വന്നു. അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നമ്മുടെ നമ്മൾ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ രക്ഷകനും ദൈവമായിട്ട് സ്വീകരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. അപ്പോൾ അത് വ്യത്യാസമായിട്ട് പിന്നെ വരികയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവൻ ക്രൂശിൽ മരിക്കുന്നതിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അവർക്ക് സങ്കടമായി. ഞാൻ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകും നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവും ദൈവം എന്നേക്കും നിങ്ങളോട് കൂടെ വസിക്കുന്നതിന് വരും എന്ന് കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ്റെ 14-16 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അവിടെ വളരെ വ്യക്തമായിട്ട് എന്നേക്കും, ഇനി പരിശുദ്ധാത്മാവ് ദൈവം ഒരു വ്യക്തിയിൽ വന്നിട്ട് വിട്ടിട്ട് പോവുകയല്ല. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് എന്നേക്കും വസിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. എന്നു മുതൽ വസിക്കും? തൻ്റെ സഭയെ ചേർത്തുകൊണ്ട് പോകുന്നത് വരെ പരിശുദ്ധാത്മാവും ദൈവം ഈ ലോകത്തിൽ സഭയോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം എന്നേക്കും വസിക്കും എന്ന് കർത്താവ് അന്ന് ആ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കർത്താവ് പോകുന്നതിൽ ദുഃഖം അവരുടെ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടായി. അവരോട് പറയും, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? എങ്കിലും ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുമെന്ന് അങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ എന്നേക്കും വസിക്കേണ്ടതിന്, ഇവിടെ നമുക്ക് കാണിക്കുന്നത് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന്, വിട്ടിട്ട് പോകുന്നതല്ല. ഈ കാര്യസ്ഥൻ എന്നേക്കും വസിക്കുവാനായിട്ടാണ് വരുമ്പോൾ അപ്പോൾ എന്നേക്കും വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ദൈവം വന്നു എന്നുള്ളത് നമുക്ക് അടയാളങ്ങളോട് കൂടെ തന്നെ വന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തു അതിനുശേഷം ഈ ശിഷ്യന്മാരോട് പറഞ്ഞതിന് ശേഷം അവനെ ക്രൂശിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷവും അവൻ തൻ്റെ ശിഷ്യന്മാരെ അവിടെ ഒന്നിച്ചു കൂടിയപ്പോൾ അവരോട് പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ കാണുന്നത്.
അവിടെ 8-ാം വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും സമരയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അവരോട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്ക് പ്രത്യക്ഷനായി അവരോട് പറയുന്നതാണ്. അതുകൊണ്ട് അവരോട് വേറൊരു കാര്യവും കൂടെ പറയുന്നതായിട്ട് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:4 അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇവിടെ കാത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളോടല്ല പറഞ്ഞേക്കുന്നത്. ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് പരിശുദ്ധാത്മാവാം ദൈവം ഈ ഭൂമിയിലേക്ക് എന്നേക്കും വസിക്കേണ്ടതിന് വേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ അതിനു വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കണമെന്ന്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, എന്നേക്കും വസിക്കാനായിട്ട് നിങ്ങളോടുകൂടെ വരും. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാത്തിരിക്കാനല്ല കർത്താവ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്നേക്കും വസിക്കേണ്ടതിന് വരുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2:1 മുതലുള്ള വാക്യത്തിൽ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഇവിടെ വളരെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം മുഴുവനായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കൂടിയിരുന്ന ഇതിൽ നമുക്ക് കാണുന്നത് മുഴക്കമുണ്ടായി, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അങ്ങനെ പരിശുദ്ധാത്മാവൻ ദൈവം ഭൂമിയിലേക്ക് വന്നു. ഇനി പരിശുദ്ധാത്മാവൻ ദൈവം ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ജനത്തോടു കൂടെ വസിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇനി പരിശുദ്ധാത്മാവാൻ ദൈവം എന്ന് നാം ഈ ലോകത്തിൽ നിന്ന്, എന്ന് ഈ സഭ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുന്നുവോ അന്ന് വരെ പരിശുദ്ധാത്മാവാൻ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ ജനത്തോടു കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നാം രക്ഷിക്കപ്പെടുമ്പോൾ പിന്നെ നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവിലാണ് നാം രക്ഷിക്കപ്പെടുന്നത് തന്നെ. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഈ ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ ഒരു ശക്തി തന്നെയല്ല, ഒരു വ്യക്തിയാണ് എന്ന് നാം കാണുന്നു. നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി നമ്മെ പരിപാലിക്കുന്ന ദൈവമായിട്ട് പരിശുദ്ധാത്മാവും ദൈവം എന്നും നമ്മോട് കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ വിശുദ്ധിയോടും ഭയത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.